നമസ്കാരം. സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ കേസിൽ തോന്നയ്ക്കൽ സായിഗ്രാമ സ്ഥാപകൻ കെ.എൻ. ആനന്ദകുമാറിന് മുഖ്യ പങ്കെന്ന സൂചന. 2022 കെ.എൻ. ആനന്ദകുമാർ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായി NGO കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നത്. കോൺഫെഡറേഷനിലേക്ക് കൂടുതൽ ആളെ ചേർത്തത് വിവിധ കമ്പനികളിൽ നിന്നും CSR ഫണ്ട് ലഭ്യമാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണെന്നും അന്വേഷക സംഘം കണ്ടെത്തി. ഇതോടെ കേസിൽ ആനന്ദകുമാർ മുഖ്യപ്രതിയാകും. ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. 1000-ഓളം സംഘടനകളെയാണ് CSR ഫണ്ടിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ച് കോൺഫെഡറേഷനിൽ അംഗമാക്കിയത്. അനന്തകൃഷ്ണനെ നേരിട്ട് ആർക്കും പരിചയമില്ലായിരുന്നു. എന്നാൽ ആനന്ദകുമാറിന്റെ സന്നദ്ധ സേവന രംഗത്തെ പ്രശസ്തി ജനങ്ങൾ വിശ്വസിച്ചു. സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ പല പ്രവർത്തനങ്ങളിലും അനന്തകൃഷ്ണന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും സ്കൂട്ടർ വിതരണത്തിൽ ആനന്ദകുമാറും പങ്കെടുത്തു. ആനന്ദകുമാറുമായുള്ള അടുപ്പം ഉപയോഗപ്പെടുത്തി സ്കൂട്ടർ പദ്ധതി കൂടുതൽ വിശ്വസനീയമാക്കാൻ അനന്തകൃഷ്ണനും ശ്രമിച്ചു. എല്ലാത്തിനും തന്റെ പിന്തുണയുണ്ടെന്ന് ആനന്ദകുമാറും പൊതുജനങ്ങൾക്ക് വിശ്വാസമൊരും വിധം പ്രവർത്തിച്ചു. ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട നാഷണൽ NGO കോൺഫെഡറേഷന്റെയും അനന്തകൃഷ്ണൻ തട്ടിപ്പിൽ പങ്കാളിയാക്കി. പാതിവിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ നൽകുമെന്ന് ആനന്ദകുമാർ നേരിട്ട് പലർക്കും ഉറപ്പും നൽകി. ഇങ്ങനെയാണ് തട്ടിപ്പ് പല തലത്തിലേക്ക് കടന്നത്. 2023 കോൺഫെഡറേഷൻ യോഗത്തിൽ ദേശീയ കോർഡിനേറ്റർ എന്ന നിലയിലാണ് കെ.എൻ. ആനന്ദകുമാർ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തുന്നത്. വിവിധ സംഘടനകളുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി പാതിവിലയ്ക്ക് വിവിധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് അനന്തകൃഷ്ണനാണ്. ഇങ്ങനെ പിരിച്ചു നൽകുന്ന പണത്തിന് ഉൽപ്പന്നങ്ങൾ ലഭിച്ചില്ലെങ്കിൽ താൻ പണം തിരിച്ചു നൽകുമെന്നും കോൺഫെഡറേഷൻ ആജീവനാന്ത ചെയർമാൻ കൂടിയായ കെ.എൻ. ആനന്ദകുമാർ പറഞ്ഞെന്നും സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ പറയുന്നു. ഈ ഉറപ്പിന്റെ ബലത്തിലാണ് പല സന്നദ്ധ സംഘടനാ ഭാരവാഹികളും ഗുണഭോക്താക്കളെ കണ്ടെത്തി കോടിക്കണക്കിന് രൂപ പിരിച്ചു നൽകിയത്. ഈ മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളെ ചേർക്കുന്നതിന് ആനുപാതികമായി പ്രതിവർഷം ചെറിയൊരു വിഹിതവും കമ്മീഷനായി സന്നദ്ധ സംഘടനകൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ആനന്ദകുമാറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. അനന്തകുമാറിനെയും മുഖ്യപ്രതിയാക്കി മുന്നോട്ട് നീങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. NGO കോൺഫെഡറേഷൻ ഡയറക്ടർമാരെയും കേസിൽ പ്രതി ചേർക്കും. നേരത്തെ സ്കൂട്ടർ തട്ടിപ്പിൽ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2ാം പ്രതിയായിരുന്നു ആനന്ദകുമാർ. NGO കോൺഫെഡറേഷനിൽ നിന്നുള്ള ആനന്ദകുമാറിന്റെ രാജിയിലും പോലീസിന് സംശയമുണ്ട്. അനന്തകൃഷ്ണനെ സ്കൂട്ടർ വിതരണത്തിനായി ചുമതലപ്പെടുത്തിയത് NGO കോൺഫെഡറേഷനാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി NGO കോൺഫെഡറേഷന്റെ ബൈലോയും മറ്റു രേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് അനന്തുവിനെ സ്കൂട്ടർ വിതരണത്തിന് ചുമതലപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചത്. അനന്തുവിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. വിവിധ സന്നദ്ധ സംഘടനകളെ ഏകോപിപ്പിച്ചതും പദ്ധതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിച്ചതും ആനന്ദകുമാറായിരുന്നു. പകുതി വിലയെന്ന് കേട്ട് സംശയിച്ചവരെ പോലും ഇദ്ദേഹം വിശ്വസിപ്പിച്ചു. അനന്തു സഹായ മനസ്ഥിതിയുള്ള മിടുക്കനാണ്, അഥവാ പണം നഷ്ടപ്പെട്ടാൽ ഞാൻ തിരികെ തരും. ഇതായിരുന്നു ആനന്ദകുമാറിന്റെ നിലപാട് പറയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനന്തകൃഷ്ണൻ സന്ദർശിച്ചത് ആനന്ദകുമാർ വഴിയായിരുന്നു. 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു ആനന്ദകുമാറിനൊപ്പം അനന്തകൃഷ്ണൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ സംസ്ഥാന കോർഡിനേറ്റർ എന്ന നിലയിലായിരുന്നു സന്ദർശനത്തിന് അനുമതി ലഭിച്ചത്. മോഹൻ കോട്ടൂർ അടക്കമുള്ളവരുടെ വെളിപ്പെടുത്തൽ എന്തായാലും നിർണായകമാണ്. അനന്തകൃഷ്ണനെ സംഘടനയിലേക്ക് കൊണ്ടുവന്നത് ആനന്ദകുമാറാണ്. ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും സെക്രട്ടറിയെ നിയമിക്കുന്നതും ആനന്ദകുമാറാണ്. കോഴിക്കോട് ജില്ലയിലെ 11 സംഘടനകളുടെ ഭാഗമാകാൻ അപേക്ഷ നൽകിയിരുന്നു. പകുതി വില തട്ടിപ്പുമായി ഉയർന്ന പരാതികൾ അറിയിക്കാൻ ആനന്ദകുമാർ സാറിനെ കാണാൻ തിരുവനന്തപുരത്ത് വീട്ടിൽ പോയിരുന്നു. കേൾക്കാൻ തയ്യാറായില്ല എന്ന് മോഹൻ കോട്ടൂർ പറയുകയും ചെയ്തിരുന്നു.